ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഋതികയോട് പത്മാവതിയുടെ പഴയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ തുറന്ന് സംസാരിക്കുകയാണ് വേണു. ഇനിയും മോളോട് കാര്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്നും മോള് സത്യങ്ങളെല്ലാം അറിയാൻ സമയമായെന്നും വേണു ഋതികയോട് പറയുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം വേണു പറയാൻ തുടങ്ങുകയാണ്. മഹാദേവവർമ്മയുടെ വീട്ടിൽ നിന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായി മദ്രാസിയിലേക്ക് ജോലി തേടി പോവുകയാണ് പ്രതാപൻ. അവന് അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് മഹാദേവനും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥൻ പ്രതാപനെ അന്വേഷിച്ചുകൊണ്ട് മഹാദേവ വർമ്മയുടെ അടുത്തേക്ക് എത്തുന്നതാണ്. തുടർന്ന് പ്രതാപൻ മദുരാശിയിലേക്ക് ജോലി തേടി പോയ കാര്യമെല്ലാം തന്നെ മഹാദേവൻ എല്ലാവരോടുമായി പറയുമ്പോൾ വേണു പറയുകയാണ്, എനിക്ക് തോന്നുന്നു അംബിക നിർബന്ധിച്ചിട്ടായിരിക്കാം പ്രതാപൻ ഇപ്പൊ ജോലി തേടി പോയതെന്ന്. അവക്കെന്ത് കാര്യം അതിന് അവനെ പറഞ്ഞുവിടാനെന്ന് ദേഷ്യത്തോട് ചോദിക്കുകയാണ് മഹാദേവൻ. എന്താണെങ്കിലും അവളെ പോലെയല്ല എനിക്ക് പ്രതാപൻ എനിക്കെൻ്റെ സ്വന്തം മകനെ പോലെയാണെന്നും ഒക്കെ തന്നെ മഹാദേവവർമ്മ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് തന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായി ആഭിചാര ക്രിയകളിലേക്ക് തിരിയുന്ന അംബികയാണ്. ഇവിടെ ഞാൻ മാത്രം മതി, അവൻ വേണ്ട, മനഃപൂർവ്വം തന്നെയാ ഞാൻ അവനെ ജോലി അന്വേഷിക്കാനായി മദിരാശിയിലേക്ക് പറഞ്ഞു വിട്ടത്. സൂര്യമംഗലം പോലെയൊരു കൊട്ടാരവും അവിടുത്തെ സ്വത്തുക്കളും എല്ലാം എൻ്റെ കയ്യിൽ തന്നെ വേണം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു മന്ത്രവാദിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് അംബിക. തുടർന്ന് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്യുന്ന അംബികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സരസ്വതിയാണ്. പ്രതാപൻ പോയ വിവരം അറിഞ്ഞുകൊണ്ട് സരസ്വതി പറയുകയാണ്, അത്രയ്ക്ക് നല്ല പയ്യനായിരുന്നു പ്രതാപൻ. അങ്ങനെ ഒരു പയ്യനെ കണി കാണാൻ പോലും നമുക്കാർക്കും കിട്ടില്ല. അതേസമയം ഇതെല്ലാം കേട്ട് കലുഷിതമായ മനസ്സുമായി നിൽക്കുന്ന പത്മാവതിയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.